വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഓർമ്മ ഭാരതം ഉള്ളിടത്തോളം കാലം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനികരെ ഈ സമയത്ത് ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസ്താവന തുടങ്ങിയത്. ഒപ്പം നിരവധി കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും ഭാരതം ഭീകരർക്ക് കൃത്യമായ മറുപടി നൽകി. കൂടുതൽ സാഹസത്തിന് പാകിസ്ഥാൻ ഇനി മുതിർന്നാൽ ഭാരതത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ അറിയിച്ചത്. പാകിസ്ഥാന് ഭാരതവുമായി ചർച്ച വേണമെന്നുണ്ടെങ്കിൽ അത് പാക് അധീന കശ്മീരാണ് ചർച്ച ചെയ്യാനുള്ളത്. പാക് അധീന ജമ്മു കശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം എന്ത് വേണമെങ്കിലും നടത്താമെന്നുള്ള ഒരു ദൃഢമായ നടപടി ഉൾക്കൊണ്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് ഊർജം പകരും പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നിർണായക ദിവസത്തിൽ, ഈ വിജയ ദിവസത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തോട് പറഞ്ഞത്. ദിലീപുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ദിലീപേ, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനത്തോടെ നോക്കിക്കാണേണ്ടതാണ്. എന്താണ് ഈ കാർഗിൽ മഹായുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇന്ന് നമ്മളോടൊക്കെ വ്യക്തമാക്കിയത്? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രചോദനമാകേണ്ടത്? ആദർശാണുള്ളത്. ദിലീപ് അല്ല, ആദർശേ, കാർഗിൽ മഹായുദ്ധ വിജയമാണ്. ഇന്ന് 27ാം ആണ്ടാണ്. ദ്രാസിൽ നിൽക്കുമ്പോഴുള്ള അനുഭൂതി അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം സൈനികരുടെ ധൈര്യം അളക്കാൻ ഇനി ശത്രുക്കൾ മുതിരരുതെന്നും പാകിസ്ഥാൻ ഇനി സാഹസത്തിന് മുതിർന്നാൽ ഭാരതത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അശ്വതി, പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. കൂടുതൽ സാഹസത്തിന് മുതിരരുത് എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭാരതം പൂർണ്ണ സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പാകിസ്ഥാന് ഭാരതവുമായി ചർച്ച വേണമെന്നുണ്ടെങ്കിൽ ആ ചർച്ച പാക് അധീന കാശ്മീർ ആണ് ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ള നിലപാട് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തും സാധിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം തെളിയിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സെമി കണ്ടക്ടറുകളുടെയും ഡാറ്റാ സെൻറ്ററുകളിലൂടെയും ഭാരതം മുന്നേറുന്നു. എന്നാൽ പാകിസ്ഥാൻ്റെ മുന്നേറ്റം ഭീകരവാദത്തിൽ മാത്രമാണെന്നും പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. കാർഗിൽ വിജയ് ദിവസത്തിൽ ഭാരതത്തിൻ്റെ വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. വീരമൃത്യു വരിച്ച ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇത്തരത്തിൽ ഈ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചുവെന്നും അവർ പോരാടിയത് ഭാരതത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടിയാണെന്നും ഭാരതത്തിൻ്റെ മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജവാന്മാർ അവരുടെ ജീവൻ ബലിയർപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ മുന്നേറ്റം ഭീകരവാദത്തിൽ മാത്രമാണെന്നുള്ള പരിഹാസവും പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. രാജ്യമാകെ ഈ കാർഗിൽ യുദ്ധവിജയത്തിൽ ധീര ജവാന്മാരെ സ്മരിക്കുന്ന ഈ ദിവസത്തിലാണ് ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാനുള്ള കൃത്യമായ സന്ദേശം പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. കാർഗിൽ വിജയദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിജയ ആഘോഷത്തിൽ പാകിസ്ഥാൻ എന്ന ഭീകരവാദത്തെ തുറന്നു കാട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ചർച്ച വേണമെങ്കിൽ ആ ചർച്ച പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചാകാം എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അശ്വതി, അത് തന്നെയാണ് ആദർശ. കാർഗിൽ മഹായുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഭാരതത്തെ അഭിസംബോധന ചെയ്തു. ഓരോ ഭാരതീയൻ എന്ന നിലയിലും അഭിമാനം കൊള്ളേണ്ട നിമിഷമാണ്. നമ്മുടെ ധീര സൈനികർ നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ ദിവസത്തിന്റെ 27ാം ആണ്ടിന്റെ ഓർമ്മയിലാണ്, ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് നാം ഉള്ളത്. ഇനി പാകിസ്ഥാൻ ഒരു സാഹസത്തിന് മുതിർന്നാൽ ഭാരതത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും. ഇനി ഭാരതത്തിന് പാകിസ്ഥാനുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ ജമ്മു കശ്മീരിന്റെ മാത്രമാകുമെന്നുള്ള നിർണായക കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനൊപ്പം ദ്രാസിൽ നിൽക്കുമ്പോൾ നമ്മുടെ ധീര സൈനികരെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഒരു വിജയ ദിവസത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്.